പരിശോധനയ്ക്കിടെ MDMA വിഴുങ്ങിയ താമരശ്ശേരി ചുടലമുക്ക് സ്വദേശി ഫായിസ് ചികിത്സയുമായി സഹകരിക്കില്ലെന്ന് പോലീസ്. ഇയാൾ വിഴുങ്ങിയത് MDMA ആണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരുന്നു. ശസ്ത്രക്രിയയിലൂടെ ഇത് പുറത്തെടുക്കുക പ്രായോഗികമല്ലാത്തതിനാൽ പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡിലേക്ക് മാറ്റി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഫായിസ് ചികിത്സയുമായി സഹകരിക്കില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇയാൾ MDMA ആണ് വിഴുങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാരും സ്ഥിരീകരിച്ചിരുന്നു. സമാനമായ സംഭവം മുൻപും ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രതി മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഫായിസ് എന്ന പ്രതി ചികിത്സയുമായി സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് വൃന്ദ സൂചിപ്പിച്ചതുപോലെ ആഴ്ചകൾക്ക് മുൻപ് താമരശ്ശേരി അമ്പായത്തോടിൽ MDMAയും കഞ്ചാവും വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ അടുത്ത സുഹൃത്താണ് ഇപ്പോൾ ഈ പരിശോധനയ്ക്കിടെ MDMA വിഴുങ്ങി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന താമരശ്ശേരി ചുടലമുക്ക് സ്വദേശി ഫായിസ്. ഈ ഫായിസ് ചികിത്സയുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്, പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ മാത്രമല്ല ഇയാളുടെ വയറ്റിലും ഒപ്പം തന്നെ ആമാശയത്തിലും കുടലിലും ഒക്കെയായി അങ്ങിങ്ങായി CT സ്കാൻ പരിശോധന നടത്തിയപ്പോൾ അവിടങ്ങളിൽ മുത്തുപോലുള്ള ഒരു സാധനം കണ്ടെത്തിയിട്ടുണ്ട്. അത് MDMA ആണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഫായിസിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഇത് പലയിടത്തായി വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട് തന്നെ ശസ്ത്രക്രിയയിലൂടെ ഇത് പുറത്തെടുക്കുക സാധ്യമല്ലെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിലവിൽ ഫായിസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പ്രതി പക്ഷേങ്കിൽ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല താൻ വിഴുങ്ങിയത് MDMA ആണ് എന്ന കാര്യം സമ്മതിച്ചിട്ടില്ല. താൻ ഒന്നും വിഴുങ്ങിയിട്ടില്ല എന്ന വാദം തന്നെയാണ് പ്രതി തുടരുന്നത്. ഇത് പോലീസിനെയും ഡോക്ടർമാരെയും വലിയ രീതിയിൽ കുഴപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രതി ചികിത്സയുമായി സഹകരിക്കാത്തത് ഡോക്ടർമാർക്കും പോലീസിനും വലിയ തലവേദന സൃഷ്ടിക്കുന്നുമുണ്ട്. എങ്കിൽ കൂടിയും പ്രതിയുടെ ചികിത്സ തുടരാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. മാത്രമല്ല ഈ ഒരു സംഭവത്തിൽ ഓപ്പറേഷൻ നടത്തി ഇത് പുറത്തെടുക്കുക പ്രായോഗികമല്ലാത്തതിനാൽ ഇത് ശരീരം സ്വയം പുറന്തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ, അതുവരെ ചികിത്സയിൽ തുടരുക എന്നുള്ള രീതി തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒന്നുകിൽ വിസർജ്യമായിട്ട് അല്ലെങ്കിൽ ഛർദിയിലൂടെ ഒക്കെ അത് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് നിലവിൽ അത് പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുക. ഇനി അഥവാ MDMA ആണെങ്കിൽ ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് രക്തത്തിൽ കലരുന്നതോടുകൂടി ഈ പ്രതിയുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അതാണ് നേരത്തെ അമ്പായത്തോട് സ്വദേശിയായ ഷാനിദിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അമ്പായത്തോട് സ്വദേശി ഷാനിദിന്റെ സുഹൃത്ത് തന്നെയാണ് ഇപ്പോൾ ഈ MDMA വിഴുങ്ങിയതിന് ചികിത്സയിൽ കഴിയുന്ന ഫായിസും.